ഈ രാവിലെ ഇന്ന് നമ്മൾ കേട്ടത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് കൊട്ടാരക്കരയിൽ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിച്ചിട്ട അപകടത്തിൽ ദമ്പതികൾ മരിച്ചു എന്ന വാർത്ത. അടൂർ ഏഴംകുളം സ്വദേശികളായ തമ്പി, അദ്ദേഹം രോഗിയായിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചത്. കൊട്ടാരക്കര സദാനന്ദപുരത്തായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ് രാവിലെ ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നിരുന്നതാണ്. മനോജ്, എന്താണ് സംഭവിച്ചത്? ജീവൻ നിലനിർത്താനുള്ള പാച്ചിലിനിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാകുന്നു. മാത്രമല്ല, അവർ ദമ്പതികൾ, അവരുടെ മകൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? രാജ്, ഇന്ന് പുലർച്ചെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. അതായത് ഈ രാത്രി 12 മണിക്ക് ശേഷം MC റോഡിൽ കൊട്ടാരക്കര സദാനന്ദപുരത്ത് വെച്ചാണ് ഈ രോഗിയുമായി പോയ ആംബുലൻസും മിനി ലോറിയും കൂട്ടിയിടിക്കുന്നത്. ഈ കോഴി ലോറിയായിരുന്നു ഈ ആംബുലൻസുമായി കൂട്ടിയിടിച്ചത്. ഈ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും ഭാര്യയുമാണ് മരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ ദമ്പതികളാണ്. അടൂർ ഏഴംകുളം മരുതിമൂട് സ്വദേശി തമ്പി, അതോടൊപ്പം തന്നെ ഭാര്യ ശ്യാമള എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. 65 വയസ്സാണ് ഇവർക്കുള്ളത്. ഇവർ തന്നെ തമ്പി ഹൃദ്രോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അസുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്താണ് കൊട്ടാരക്കര ഭാഗത്തേക്ക് പോയ ഈ മിനി ലോറിയുമായി കൂട്ടിയിടിച്ചത്. ലോറിയിൽ 4 പേരും ആംബുലൻസിൽ 5 പേരും ഉണ്ടായിരുന്നു. 2 വാഹനങ്ങളിലുമായി ആകെ 9 പേർ. ഇതിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഇവരുടെ മകളായിട്ടുള്ള ബിന്ദുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ലോറിയിൽ ഉണ്ടായിരുന്നത് ജലീൽ, ഡ്രൈവറാണ്, കുരിപ്പുഴ സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ 3 പേര് ബംഗാൾ സ്വദേശികളാണ്, സബലു, ഉബൈദ്, മാലിക് എന്നിവർ. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ആംബുലൻസിൽ ഉണ്ടായിരുന്ന ദമ്പതികളും ഒപ്പം മകളും ഒപ്പം മറ്റ് 2 പേരും ഉണ്ടായിരുന്നു, ഡ്രൈവറും ലിബിൻ സാബുവും. ഇതിൽ ലിബിൻ ബാബുവിന്റെ നില മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്, അതായത് ഈ സദാനന്ദപുരത്തേക്ക് വരുമ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ നാട്ടുകാർക്ക് എന്താണ് ഇതിനെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള പറയാനുള്ള ആ ഒരു അതായിരിക്കാം മനോജ്. കാരണം ഇതൊരു അർദ്ധരാത്രി സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ജനങ്ങളൊന്നും തന്നെ കാണില്ല. അതുകൊണ്ട് അവർക്ക്, നാട്ടുകാർക്ക് പോലും ഇത് എപ്പോൾ സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ അറിയില്ല. ആംബുലൻസ് വളരെ വേഗത്തിലുമായി, കാരണം വാഹനങ്ങൾ അധികം ഇല്ലാത്തത് കൊണ്ട് വളരെ വേഗത്തിൽ പോവുക. അതേസമയം മറുവശത്ത് മിനി ലോറി, അവരും ഈ രാത്രി സഞ്ചാരികളാണല്ലോ പതിവായി കോഴികളെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നവരെന്നാണ് മനസ്സിലാക്കുന്നത്. അവരും ഒപ്പമുണ്ട്. അവരുടേതാണ് മിനി ലോറി. അപ്പോൾ സ്വാഭാവികമായും അപകടത്തിൻ്റെ ആഴം കൂടാൻ ഒരു പ്രധാന കാരണം അത് തന്നെയായിരിക്കും, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാവും. ഈ രാത്രി സമയമായതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസ്, കൊട്ടാരക്കര പോലീസ് അവിടെ സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഈ തമ്പിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. ശ്യാമളയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ളവർ ചികിത്സയിലുണ്ട്. ഇവരുടെ മകളുടെ നില, ബിന്ദുവിന്റെ നില ഗുരുതരമാണ് എന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും ഇവരും ചികിത്സയിൽ അങ്ങനെ തുടരുകയാണ്. ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തുന്നു. അതായത് ഒരു ദമ്പതികളാണ് ഇത്തരമൊരു അപകടത്തിൽ അവർ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റ് നടപടികളുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. എന്താണ് ഈ അപകടത്തിനുള്ള കാരണം എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. ശരി, എന്തായാലും ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ്. 2 ജീവനുകളാണ് പൊലിഞ്ഞത്. കൊട്ടാരക്കരയിൽ ലോറിയും ആംബുലൻസും കൂട്ടിയിടിച്ചാണ് അപകടം. അപ്പം പരിക്കേറ്റ മകൾ, ഗുരുതരമായി പരിക്കേറ്റ, എപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് മനോജ് പങ്കുവച്ചത്.